അല്ല, ഇതിൽ UDFിൻ്റെ ഒരു അജണ്ടയോ രാഷ്ട്രീയമോ അല്ല വ്യക്തിഹത്യ നടത്തുക. അത് തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ട യാതൊരു പ്രശ്നവും ഇതിനകത്തില്ല. ഇതിൻ്റെ ഉത്തരം നേരത്തെ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ജയരാജൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വിജയിക്കണമെന്ന് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഞങ്ങൾക്ക് എൻ്റെ ആവശ്യം വടകരയില്ല. അത് ശൈലജയുടെ കരച്ചിൽ കണ്ടാൽ അറിയാൻ തോക്കാൻ പോവാണ്. അതിൻ്റെ സെൻറ്റിമെൻറ്റ്സാണ്. അതൊക്കെ വർക്കൗട്ട് ആവുന്നൊരു കാലമുണ്ട്. ഇപ്പോൾ അങ്ങനെ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പണ്ട് വിശ്വസിക്കും. ഇപ്പോൾ ചോദിക്കും എവിടെ സാധനം? ഷാഫിയുടെ ഫേസ്ബുക്കിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞു, ID നിന്ന് വന്നു പറഞ്ഞു. ചോദിച്ചല്ലോ എവിടെയാണുള്ളത്, കാണിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ ഇത് തോൽക്കുന്നതിൻ്റെ ഒരു ഭീതിയിൽ നിന്നുണ്ടാകുന്ന ആരോപണം മാത്രമാണ് ഒന്ന്. രണ്ടാമത്, വ്യക്തിഹത്യ ചെയ്തിട്ട് അത്തരത്തിലൊരു സ്ഥാനാർത്ഥികത നടത്തേണ്ട ഒരു കാര്യവും നിലവിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ അത്രമേൽ പവർഫുള്ളാണ്. 20-20 ജയിക്കുമെന്ന് സർവേ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തറവേലകൾക്ക് ഞങ്ങൾ എന്തായാലും പോകില്ല എന്ന് ഉറപ്പാണ്. വ്യാജപ്രചരണം മാത്രമല്ല, ഇത് പ്ലാൻഡ് പ്രചരണമാണ്. കാരണം ശൈലജയ്ക്ക് വേറെ ആയുധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. കാരണം ശൈലജയുടെ പേരിൽ വന്നിരിക്കുന്ന ഭീകരമായ അഴിമതി ആരോപണങ്ങൾ ചെറുതല്ല. അതൊക്കെ ശൈലജയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട്. ശൈലജയ്ക്ക് അതിനുള്ള ഉത്തരമില്ലാത്തതിന് ഒരുതരം സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യുകയാണ്. അത്രേ ഉള്ളൂ ഒരു കാര്യം. CPIയുടെ നേതാക്കന്മാരും അടക്കം ഇപ്പോഴും മറ്റേ രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ ലീഗിന്റെ കൊടി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഉയർത്തി കാണിക്കുകയാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ടത്? ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളെ കൊടി ഞങ്ങൾ എവിടെയെങ്കിലും വെച്ചോളും. അതിന് പിണറായി വിജയൻ ഏതായാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. പിണറായി വിജയൻ്റെ ചിലവിൽ കൊടി കെട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ പിടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ കൊടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്നുള്ളൂ. അദ്ദേഹം മൂപ്പര കൊടിയുടെ കാര്യം നോക്കിയാൽ മതി. അത് ഇന്ത്യയിൽ എവിടെ വെക്കാൻ പറ്റുമെന്നുള്ള ആലോചിക്കാൻ പറയും. ഞങ്ങൾക്ക് സൗകര്യമില്ല കൊടി പിടിക്കാൻ, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് സൗകര്യമില്ല. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ കൊടി ഉണ്ടാക്കല്, ആ നമ്പർ അവിടെ വെച്ചേക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ അത് നടക്കൂല. അല്ല, അതിന് നിങ്ങളെന്നോട് ചോദിക്കാൻ തന്നെ ചോദിക്കുന്നതിലേ പരിഹാസ്യതയുള്ളൊരു ചോദ്യമാണത്. ആ രാഹുൽ മൗനം പാലിക്കണു അല്ലേ? അപ്പോൾ രാഹുലിൻ്റെ പിറകിൽ സീതാറാം യെച്ചൂരി നിൽക്കുമില്ലെന്ന് തന്നെ ആദ്യം ഉത്തരം പറയും. സീതാറാം യെച്ചൂരി രാഹുലിനെ അംഗീകരിക്കുമോ ഇല്ലേ? ആ ഉത്തരം പറഞ്ഞിട്ടാണ് രാഹുൽ ഈ വിഷയത്തിൽ നിലപാടെടുത്തോ ഇല്ലെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. ഓക്കെ.